നമ്മൾ സാധാരണ കാണുന്ന തെരഞ്ഞെടുപ്പ് വാർത്തകൾക്കും തലക്കെട്ടുകൾക്കും അപ്പുറത്തേക്കൊന്ന് പോയി നോക്കിയാലോ? ഒരു മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക ഘടനയെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണിത്. അതിനുവേണ്ടി നമ്മൾ കുട്ടനാടിനൊരു ഉദാഹരണമായി എടുക്കുകയാണ്. ഭാവിയുടെ നേതാക്കൾക്കൊരു ജനകീയ ഭരണത്തിന്റെ രൂപരേഖ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ശരി, തുടങ്ങാം. ഈ വിശകലനത്തിൽ 5 പ്രധാന ഭാഗങ്ങളുണ്ട്. ആദ്യം നമ്മൾ കുട്ടനാടിന്റെ ആത്മാവെന്താണെന്ന് മനസ്സിലാക്കും. പിന്നെ കണക്കുകളിലേക്ക് കടക്കും. ജനവിധി എങ്ങനെ രൂപപ്പെട്ടു എന്ന് പരിശോധിക്കും. തുടർന്ന് ഒരു ഭരണത്തിനുള്ള രൂപരേഖ നോക്കും. അവസാനം മുന്നോട്ടുള്ള വഴി എന്താണെന്നും ചർച്ച ചെയ്യും. നമുക്കാദ്യം കുട്ടനാടിന്റെ യഥാർത്ഥ സാഹചര്യം എന്താണെന്ന് നോക്കാം. അവിടുത്തെ ഭൂമിശാസ്ത്രവും സാമൂഹികവുമായ പശ്ചാത്തലവും. വെള്ളം കൊണ്ട് രൂപപ്പെട്ട, വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു നാടിന്റെ കഥ. കുട്ടനാടിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അവിടുത്തെ മണ്ണിനെയും വെള്ളത്തെയും അറിയണം. കാരണം അതാണ് ആ നാടിന്റെ സ്വത്വം. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ആ നാടിന്റെ ജീവിതവും ഉപജീവനവും വെള്ളത്തിൽ നിന്ന് വേർപെടുത്താനാവില്ല. ഇതാണ് കുട്ടനാടിലെ ഏറ്റവും വലിയ വിരോധാഭാസം. 4 ചുറ്റും വെള്ളമാണ്, പക്ഷെ കുടിക്കാൻ നല്ല വെള്ളത്തിന് വലിയ ക്ഷാമമാണ്. മിക്ക കുടുംബങ്ങളും ആശ്രയിക്കുന്നത് മലിനമായ കായൽ വെള്ളത്തെയാണ്. പൈപ്പിൽ വെള്ളം വരുന്നത് ആഴ്ചയിൽ 1-2 തവണ മാത്രം. ഒന്ന് ആലോചിച്ചു നോക്കൂ ആ അവസ്ഥ. വെള്ളപ്പൊക്കം അവിടത്തെ ജനങ്ങൾക്ക് ഒരു പുതിയ കാര്യമല്ല, അതൊരു നിരന്തര ഭീഷണിയാണ്. ബലമില്ലാത്ത ബണ്ടുകൾ എപ്പോൾ വേണമെങ്കിലും തകരാം. മോശം ഡ്രെയിനേജ് സംവിധാനങ്ങൾ കാരണം വെള്ളം കെട്ടിനിൽക്കുന്നു. പോരാത്തതിന് റോഡുകൾ പലപ്പോഴും വെള്ളം ഒഴുകിപ്പോകുന്നത് തടഞ്ഞ് ഒരു ഡാമ്പ് പോലെ പ്രവർത്തിക്കും. ഇത് വീടുകളെയും ജീവിതങ്ങളെയും ഒരുപോലെ നശിപ്പിക്കുന്നു. ഇനി തൊഴിലിന്റെ കാര്യം നോക്കാം. കുട്ടനാടിന്റെ നട്ടെല്ലായ കൃഷിയും ടൂറിസവും ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. 2020-ൽ നെൽകൃഷിയിൽ നിന്ന് കാര്യമായ വിളവെടുപ്പൊന്നും ഉണ്ടായില്ല. ഹൗസ് ബോട്ട് ജീവനക്കാർക്കാണെങ്കിൽ തൊഴിലുമില്ലാതായി. ഇത് രണ്ടും തകർന്നാൽ പിന്നെ അവിടുത്തെ ജനങ്ങൾ എന്തു ചെയ്യും? അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് അവിടുത്തെ യാഥാർത്ഥ്യങ്ങളാണ്. ഇനി നമുക്ക് ചില കണക്കുകളിലേക്ക് പോകാം. കാരണം കണക്കുകൾ കള്ളം പറയില്ല. ഈ നമ്പറുകൾ എങ്ങനെയാണ് ജനങ്ങളുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി കാണിച്ചു തരും. കുട്ടനാട്ടിലെ സാമൂഹിക ഘടന പരിശോധിച്ചാൽ ഏകദേശം 60% ഹിന്ദുക്കളും 39% ക്രിസ്ത്യാനികളുമാണ്. ഇതിൽ ഈഴവ, നായർ, ക്രിസ്ത്യൻ സമുദായങ്ങൾക്കാണ് കൂടുതൽ പ്രാമുഖ്യം. ഈ സാമൂഹിക ഘടന ഇവിടത്തെ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു പ്രധാന ഘടകമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതമൊന്നു നോക്കൂ. വിജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 45.7% വോട്ട്. തൊട്ടടുത്ത എതിരാളിക്ക് 41.3%. അതായത് വിജയത്തിന്റെ മാർജിൻ വെറും 4%-ൽ താഴെയാണ്. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? കടുത്ത മത്സരമാണിവിടെ നടക്കുന്നത്. രാഷ്ട്രീയ സാഹചര്യം എപ്പോൾ വേണമെങ്കിലും മാറിമറിയാം. ഏകദേശം 77% ഇവിടുത്തെ പോളിംഗ് ശതമാനം. ഇതൊരു ചെറിയ കാര്യമല്ല. ഇവിടുത്തെ വോട്ടർമാർ രാഷ്ട്രീയമായി എത്രത്തോളം സജീവമാണെന്നും അവരുടെ പ്രശ്നങ്ങളിൽ എത്രത്തോളം ഇടപെടുന്നുവെന്നും ഇത് വ്യക്തമാക്കുന്നു. വിവരമുള്ള ഒരു വോട്ടർ സമൂഹം നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ്. ഓർക്കുക, ഓരോ വോട്ടും ഒരു പൊതു അഭിപ്രായ പ്രകടനമാണ്. ആ പ്രക്രിയയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കെല്ലാവർക്കുമുണ്ട്. ഇനി നിലവിലെ MLAയുടെ ഒരു ഷോർട്ട് വിശകലനം നോക്കാം. അദ്ദേഹത്തിന്റെ ശക്തി എന്നത് സിറ്റിംഗ് MLA എന്നതും കുടുംബ പാരമ്പര്യവുമാണ്. എന്നാൽ ചെറിയ ഭൂരിപക്ഷവും ചില വിവാദങ്ങളും അദ്ദേഹത്തിന്റെ ദൗർബല്യങ്ങളാണ്. LDFനെതിരായ ഭരണവിരുദ്ധ വികാരം ഒരവസരമാകുമ്പോൾ BJPയുടെ വളർച്ചയും സഖ്യത്തിനുള്ളിലെ പ്രശ്നങ്ങളും ഒരു ഭീഷണിയായി നിലനിൽക്കുന്നു. ശരി, നമ്മൾ എന്ത് സംഭവിച്ചു എന്ന് കണ്ടു. ഇനി നമുക്ക് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ, വ്യവസ്ഥാപരമായ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ ഉള്ളിലുള്ള പരാതികൾ, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. വോട്ടർമാരുടെ മുന്നിലുണ്ടായിരുന്നത് 2 പ്രധാന ഓപ്ഷനുകളായിരുന്നു. ഒന്നാമത്തേത് തോമസ് കെ തോമസ്. കുടുംബ പാരമ്പര്യവും സ്വാധീനവും അദ്ദേഹത്തിന്റെ ശക്തിയായിരുന്നു. പക്ഷേ വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ ബാധിച്ചു. രണ്ടാമത്തേത് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. അദ്ദേഹത്തിന് നല്ലൊരു പ്രതിച്ഛായയും ശക്തമായ കർഷക പിന്തുണയുമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വാധീനം ഒരു പ്രത്യേക വിഭാഗത്തിൽ ഒതുങ്ങിപ്പോയി. ഇതായിരുന്നു വോട്ടർമാർക്ക് മുന്നിലുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ്. ജനങ്ങളുടെ അസംതൃപ്തിക്ക് പിന്നിൽ 5 പ്രധാന കാരണങ്ങളുണ്ട്. 1. ജാതി സമവാക്യങ്ങളിലുണ്ടായ മാറ്റങ്ങൾ. 2. വിലക്കയറ്റം. 3. ഗൾഫിൽ നിന്നും മടങ്ങിയെത്തിയവരുടെ പ്രശ്നങ്ങൾ. 4. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം. 5. ക്ഷേമ പദ്ധതികളോടുള്ള ഒരുതരം മടുപ്പ്. ഇവയെല്ലാം സാധാരണ കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ ക്ഷേമ പദ്ധതികളോടുള്ള മടുപ്പ് എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പണ്ട് ചില ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ വോട്ട് കിട്ടുമായിരുന്നു. എന്നാൽ ഇന്നങ്ങനെയല്ല. ജനങ്ങളുടെ പ്രതീക്ഷകൾ മാറിയിരിക്കുന്നു. അവർക്കിപ്പോൾ വേണ്ടത് സബ്സിഡികളല്ല, മറിച്ച് നല്ല റോഡുകൾ, വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം, തൊഴിൽ തുടങ്ങിയ സുസ്ഥിരമായ പരിഹാരങ്ങളാണ്. ഈ പരാതികളുടെ ഹീറ്റ് മാപ്പ് എന്ന ആശയം നോക്കൂ. ഇത് വളരെ തന്ത്രപ്രധാനമാണ്.
കൈനഗരിയിലെ തകർന്ന ബണ്ടുകൾ, എടത്തുവയിലെ അടഞ്ഞുകിടക്കുന്ന തോടുകൾ, ഇങ്ങനെ ഓരോ വാർഡിലെയും യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി അടയാളപ്പെടുത്താൻ ഇത് സഹായിക്കും. ഭരണത്തിലെ പരാജയങ്ങൾ എവിടൊക്കെയാണെന്ന് ഇത് നമുക്ക് കൃത്യമായി കാണിച്ചു തരും. ഇതുവരെ നമ്മൾ പ്രശ്നങ്ങൾ വിശകലനം ചെയ്തു. ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് കടക്കാം. കുട്ടനാടിന്റെ വെല്ലുവിളികളെ നേരിടാൻ ആഗ്രഹിക്കുന്ന ഏതൊരു നേതാവിനും പിന്തുടരാവുന്ന വ്യക്തവും പ്രായോഗികവുമായ ഒരു രൂപരേഖയാണിത്. ഇതിനെ നമുക്ക് ചതുർമുഖ സിദ്ധാന്തം എന്ന് വിളിക്കാം. ഇതൊരു 4 തല തന്ത്രമാണ്. ഒന്നാമത്തത് ശിവനെപ്പോലെ നിലവിലെ ഭരണത്തിന്റെ പരാജയങ്ങളെ ശക്തമായി തുറന്നു കാണിക്കുക. രണ്ടാമത്തത് വിഷ്ണുവിനെപ്പോലെ ജനങ്ങൾക്ക് സ്ഥിരതയും സുരക്ഷിതത്വവും വാഗ്ദാനം ചെയ്യുക. മൂന്നാമത്തത് ബ്രഹ്മാവിനെപ്പോലെ പുതിയ വികസന ആശയങ്ങൾക്കും നൂതനമായ പദ്ധതികൾക്കും പ്രാധാന്യം നൽകുക. നാലാമത്തത് ദുർഗയെപ്പോലെ ജനങ്ങളെ എല്ലാവിധത്തിലും സംരക്ഷിക്കുമെന്ന ഉറച്ച പ്രതിബദ്ധത നൽകുക. ഒരു വിജയകരമായ പ്രചാരണം എങ്ങനെയായിരിക്കണം? സമൂഹത്തിലെ ഓരോ വിഭാഗവുമായും നേരിട്ട് സംവദിക്കണം. യുവജനങ്ങൾക്കായി തൊഴിൽമേളകൾ, സ്ത്രീകൾക്കായി കുടുംബശ്രീ നെറ്റ്വർക്കുകൾ, കർഷകർക്ക് പിന്തുണ, പ്രവാസികൾക്കായി ക്ലബ്ബുകൾ, സമുദായ നേതാക്കളുമായി നിരന്തര സമ്പർക്കം, ഇങ്ങനെ ഓരോ വിഭാഗത്തിനും പ്രത്യേക ശ്രദ്ധ നൽകണം. എന്നാൽ ഒരു കാര്യം ഓർക്കണം, വ്യക്തിഗത വിവരങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളുമായി ഇടപെടുമ്പോൾ ഓരോ വ്യക്തിയുടെയും അന്തസ്സ് മാനിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യയുടെ നിയമങ്ങളനുസരിച്ച് വോട്ടർമാരുടെ വിവരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ സ്വകാര്യത ഉറപ്പാക്കുകയും വ്യക്തമായ സമ്മതം വാങ്ങുകയും വേണം. ഇതിനൊപ്പം ഒഴിവാക്കാനാവാത്ത 3 കാര്യങ്ങൾ കൂടിയുണ്ട്. 1. വെള്ളപ്പൊക്കമുണ്ടായാൽ ഉടനടി ദുരിതാശ്വാസവും ഇൻഷുറൻസും ഉറപ്പാക്കുക. 2. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക, തോടുകൾ വൃത്തിയാക്കുക, റോഡുകൾ നന്നാക്കുക. 3. വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ കഴിയുന്ന വീടുകളും കൃഷിയിടങ്ങളും നിർമ്മിക്കാൻ സബ്സിഡി നൽകുക. ഇവ ജനങ്ങളുടെ പരാതികൾക്കുള്ള നേരിട്ടുള്ള മറുപടിയാണ്. അപ്പോൾ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതൊരു ഉപസംഹാരമല്ല, മറിച്ച് കുട്ടനാടിന്റെ ഭാവിയെക്കുറിച്ചുള്ളൊരു തിരഞ്ഞെടുപ്പാണ്. നേതാക്കൾക്കും വോട്ടർമാർക്കും മുന്നിലുള്ളൊരു വഴികാട്ടി. ഈ വിവരങ്ങളെല്ലാം നമ്മെ ഒരു പ്രധാന ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. 2026 എന്ത് സംഭവിക്കും? നിലവിലെ നേതാവിന്റെ പോരായ്മകൾക്കിടയിലും അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ വിശ്വസിക്കണോ, അതോ ഒരു പുതിയ മുഖത്തെയാണോ കുട്ടനാടിന് ആവശ്യം? ഇത് വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിലെടുക്കേണ്ട ഒരു തന്ത്രപരമായ തീരുമാനമാണ്. ഒരു കാര്യം ഉറപ്പാണ്, കുട്ടനാടിന്റെ ഭാവി യാദൃശികമായി സംഭവിക്കുന്ന ഒന്നല്ല. ഡേറ്റയെ ജനങ്ങളുടെ അന്തസ്സുമായും തന്ത്രങ്ങളെ യഥാർത്ഥ സേവനവുമായും ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വത്തിനെ അത് കെട്ടിപ്പടുത്താൻ കഴിയൂ. ഫലപ്രദമായ ഭരണമെന്നത് തന്ത്രവും സഹാനുഭൂതിയും ഒത്തുചേർന്ന ഒരു ബോധപൂർവമായ പ്രവർത്തനമാണ്. നിങ്ങൾ ഒരു ജനകേന്ദ്രീകൃത നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയർത്താനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai mgr@blueprintstrategies.ai എന്ന വിലാസത്തിലോ 08042041602 എന്ന നമ്പറിലോ ബന്ധപ്പെടുക.